ഇന്നലെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ആലപ്പുഴ മാന്നാറിൽ നിന്ന് വന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു യുവതി. ആ യുവതിയുടെ തിരോധാനം കൊലപാതകമാണെന്ന് തെളിഞ്ഞ ദിവസമായിരുന്നു. ആ കൊലപാതകത്തിലേക്ക് നയിച്ചതോ 3 മാസം മുൻപ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു ഊമക്കത്തായിരുന്നു. ആ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായി നടത്തിയ ഒരു അന്വേഷണം അത് എത്തി നിൽക്കുന്നത് നമ്മളെ ഞെട്ടിച്ച വിശദമായ കണ്ടെത്തലുകളിലേക്കായിരുന്നു. കലയെന്ന് പറയുന്ന യുവതിയെ കൊലപ്പെടുത്തിയത് അയാളുടെ ഭർത്താവാണ് അതിൽ ഒന്നാം പ്രതി. ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ 4 പേർ പ്രതികളായിട്ടുണ്ട്. FIR വന്നിരിക്കുന്നു. പെരുമ്പുഴ പാലത്തിൽ വച്ച് കൊല നടത്തിയതിനു ശേഷം മൃതദേഹം കാറിൽ കയറ്റി കൊണ്ടുപോയി ഈ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. മൃതദേഹ അവശിഷ്ടം പോലൊരു സാധനം ഇന്നലെ കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടതുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഞെട്ടിച്ച ഒരു കേസിൻ്റെ ചുരുളഴിച്ച് കേരള പോലീസ് ഒരിക്കൽ കൂടി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന കാഴ്ച. മാന്നാർ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള കലയുടെ ഭർത്താവ് അനിൽകുമാറിനെയും കേസിൽ പ്രതി ചേർത്തു. കേസിലെ ഒന്നാം പ്രതി അനിൽകുമാറിനെ വിദേശത്തു നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികളാകും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാവുക. ഏതായാലും ഈ അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി. ഷാജഹാനുണ്ട് നമ്മളോടൊപ്പം. ഒപ്പം തന്നെ സുജുറ്റി ബാബുവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷാജഹാനിലേക്ക്. ഷാജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മനു. ഷാജി, നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കേസിന്റെ ചുരുളഴിക്കുകയായിരുന്നു കേരള പോലീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം അത് എത്തി നിൽക്കുന്നത് 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു യുവതിയുടെ തിരോധാനം കൊലപാതകമാണെന്ന കണ്ടെത്തലിലാണ്. ആ കൊലപാതകം നടത്തിയത് ആ യുവതിയുടെ ഭർത്താവാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അയാൾ ഇപ്പോൾ ഇസ്രായേലിലാണ്. അനിൽകുമാർ എന്നാണ് പേര്. നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നു. ഇപ്പോൾ FIR-ന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് FIR-ൽ വിശദമായി പറഞ്ഞു വെക്കുന്നത്? മനു, ഈ കേസിൻ്റെ FIR വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ 5 പേരായിരുന്നു പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. അതിൽ 3 പേരെ ഈ കേസിൽ പറഞ്ഞത് 302, 301, 302, 201, 34 എന്നീ വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് FIR-ൽ ചേർത്തിരിക്കുന്നത്. ഈ 4 പ്രതികൾ മൊത്തത്തിൽ ഇപ്പോൾ 4 പ്രതികളാണ് ചേർത്തിരിക്കുന്നത്. ഈ 4 പ്രതികൾ മൊത്തത്തിൽ ഈ കേസിൽ ഇപ്പോൾ 4 പ്രതികളാണ് ഉള്ളത്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ ഈ കേസിൻ്റെ ചുരുളഴിഞ്ഞത് ഈ അമ്പലപ്പുഴ DYSP അനീഷ് കുമാറിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ്. അദ്ദേഹമാണ് ഈ ടീമിൻ്റെ ലീഡർ. ഈ കേസിൻ്റെ ചുരുൾ അതിലെ നാൾ വഴികൾ എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് ഒരു 3 മാസം മുൻപ് ഈ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള പ്രമോദിൻ്റെ ഭാര്യ പ്രമോദുമായിട്ട് വഴക്കിടുകയും അവർ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലാണ് താമസം. അവർ തൃക്കുന്നപ്പുഴയിലെ വീട്ടിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഇവർ തമ്മിൽ പിണങ്ങിപ്പോയതിന് ശേഷം പടക്ക നിർമ്മാണശാലയിലാണ് ഈ പ്രമോദിന് ജോലി. പ്രമോദ് അവിടെ നിന്നും കുറച്ച് പടക്കമൊക്കെ ആയിട്ട് വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തുമെന്നൊക്കെ പറയുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വാഭാവികമായിട്ടും ഭർത്താവിൽ നിന്നും രക്ഷ നേടുന്നതിന് പോലീസിൽ വന്നു. പോലീസിനോട് ഭർത്താവിൻ്റെ ഈ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഇയാൾ നേരത്തെയും ഒരു കൊല നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ ഒരു സംഭവം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് DYSPക്ക് പെട്ടെന്ന് അത് കാര്യം എന്താണെന്ന് ബോധ്യമാവുകയും അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കുകയും ഈ സ്ത്രീയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ കൊലപാതകം തൻ്റെ വിവാഹത്തിന് ശേഷം ഇങ്ങനെ കൊല നടത്തിയ വിവരങ്ങളൊക്കെ തന്നെ ഈ പ്രമോദ് തന്നോട് പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് സംബന്ധിച്ച് പോലീസ് ജില്ലാ പോലീസ് മേധാവി വിവരം അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി പെട്ടെന്ന് തന്നെ നിങ്ങളൊരു DYSPയുടെ നേതൃത്വത്തിൽ ടീമിനെ ഫോം ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയ അനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള DYSPയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപായിട്ട് ഇതിന് തുമ്പ് ലഭിക്കുകയും ഇവരെ വളരെ വിശദമായിട്ട് പരിശോധിച്ചു. ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഫോൺ കോളുകൾ ഇവരെ ആദ്യം ഓരോ ആളുകളെ അവരവരുടെ വീടുകളിൽ ചെന്ന് പോലീസ് രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുത്തവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തും. അങ്ങനെ ഫോണിൽ പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ ഫോൺ ഡീറ്റെയിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പോലീസ് ശേഖരിച്ചു. അങ്ങനെ പ്രതികൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ഈ 15 വർഷം മുൻപ് നടന്ന ഈ കൊലപാതകത്തെക്കുറിച്ച് അമ്പലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ നടന്നത്. അദ്ദേഹം അത് വിശദമായിട്ട് പരിശോധിച്ചു. ഇപ്പോൾ പ്രതികളിലേക്ക് എത്തി. ഇതിന് 2 ദിവസം മുൻപ് ഈ 5 പേരെ ഈ സംശയം തോന്നിയ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. അതിലൊരാൾ ഈ അനിൽകുമാറിൻ്റെ അളിയൻ സോമനാണ്. ഇവരടക്കമുള്ള 5 പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അതിൽ 3 പേർക്ക് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമായി. അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്ന അനിൽകുമാർ
അനിൽകുമാറിൻ്റെ ഭാര്യ വിവാഹശേഷം മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടും ഈ കൊലയ്ക്ക് കാരണം. ഈ പെൺകുട്ടി അതിന് ശേഷം പാലക്കാടേക്ക് പോയിരുന്നു. പാലക്കാട് നിന്നും അനിൽകുമാർ ഇവരെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്ത് എത്തിയ ശേഷം ഇവരെല്ലാവരും കൂടി ചേർന്ന് കാറിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് പോവുകയും ഷാൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം ഈ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാസമാലിന്യങ്ങൾ കൂടി ഉപയോഗിച്ചാണോ ഇത് ഈ മൃതദേഹം പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതിന് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ലാബ് റിപ്പോർട്ടുകളൊക്കെ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവിടെ പരിശോധന നടത്തി 3 സെപ്റ്റിക് ടാങ്കുകളുണ്ട്, 3 അടി വീതമുള്ള 3 സെപ്റ്റിക് ടാങ്കുകൾ. ഇത് 3 പരിശോധിച്ചതിൽ നിന്നും അസ്ഥിയുടെയും മറ്റും ചില പീസുകൾ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫോറൻസിക്കിന് കൈമാറിയിട്ടുണ്ട്. ഈ ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ വരും. അതിനുശേഷം മാത്രമേ, അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന മുടിയൊക്കെ നമുക്കറിയാം ഈ കേസിലൊക്കെ തന്നെ വളരെ നിർണായകമാകാറുണ്ട് പല കേസുകളിലും. അതൊക്കെ തന്നെ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ അന്വേഷണമായിട്ട് മുൻപോട്ട് പോകാനുള്ള. കാരണം ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമാവുക ശാസ്ത്രീയ തെളിവുകൾ തന്നെയായിരിക്കും. കാരണം ഇത്രയും കാലത്തിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലം, ഈ പറഞ്ഞതുപോലെ മുടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ DNA പരിശോധനാ ഫലമടക്കം കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ അനിൽകുമാർ ആണല്ലോ പ്രധാന പ്രതി, 1-ാം പ്രതി. അയാൾ വിദേശത്താണല്ലോ, ഇസ്രായേലിലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അയാളെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾക്ക് പോലീസ് ഇനി എങ്ങനെയാണ് ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും, ഈ അനിൽകുമാറിൻ്റെ വീട്ടിൽ നിന്നും നിരന്തരം ഈ അനിൽകുമാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ തന്നെ അനിൽ അറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അനിലിനറിയാം ഇനിയിപ്പോൾ ഈ കേസിൽ നിന്നും മാറി നിന്നിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം പോലീസ് ലഭിച്ചു. ഒരു പക്ഷേ അവിടെ നിന്ന് മാറിയാൽ പോലും ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും നാട്ടിലെത്തിക്കാനായിട്ട് കേരള പോലീസിന് കഴിയും. അതിനുള്ള എല്ലാ സംവിധാനവും കേരള പോലീസിനുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് പോലീസ് ചെയ്യുന്നത്. അതിൻ്റെ നടപടികൾ ഇന്ന് തന്നെ തുടങ്ങി എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്നോ നാളെയോ അനിൽകുമാർ നാട്ടിലെത്തും. അനിൽകുമാർ നാട്ടിലെത്തിയ ശേഷം അനിൽകുമാറിനെയും ഈ കേസിൽ ഇട്ടിരിക്കുന്ന നിലവിലുള്ള FIRൽ അദ്ദേഹം പ്രതിയാണ്. അനിൽകുമാറിൻ്റെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് അനിൽകുമാറിനെ വിധേയമാക്കും. എന്നിട്ട് ഈ 4 പേരെയും കൂടെ ചോദ്യം ചെയ്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിൻ്റെ തുടർ അന്വേഷണമായിട്ട് മുൻപോട്ട് പോകുക. എന്തായാലും നമുക്കറിയാം ഈ പോലീസിന് ഒട്ടനവധി കാര്യങ്ങൾ ഈ കേസിൽ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലാണ് പോലീസ് ഈ അന്വേഷണമായിട്ട് മുൻപോട്ട് പോകുന്നത്. 15 വർഷം മുൻപ് നടന്ന ഒരു കേസാണ്. പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ. അത്തരത്തിൽ ആ പഴുതുകളൊക്കെ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിട്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് കേരള പോലീസിൻ്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയാണല്ലേ ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ ഷാജഹാൻ പറഞ്ഞ ആ പോയിന്റിലാണ് ഈ പറയുന്ന ശാസ്ത്രീയ തെളിവുകൾ നിർണായകമാകുന്നത്. കാരണം ഈ കാലപ്പഴക്കം ഈ കേസിൽ വലിയൊരു വിഷയമാണ്. 15 വർഷം മുൻപ് നടന്ന സംഭവമാണെന്ന് ഓർക്കണം. അപ്പോൾ അത് കൃത്യമായി തെളിയിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലമായിരിക്കാം ഏറ്റവും നിർണായകമാവുക, അല്ലേ? തീർച്ചയായിട്ടും ശാസ്ത്രീയ തെളിവുകളുടെ കൃത്യമായ റിസൾട്ട് വന്നാൽ പോലും ഈ കൊല നടത്തിയതാര്, അതിൻ്റെ സാക്ഷികളാര്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ന് പ്രതികളൊക്കെ തന്നെ ഇത് പോലീസിനോട് സംബന്ധിച്ചാൽ പോലും പോലീസ് നമുക്കറിയാം പല കേസുകളും കോടതിയിൽ വരുമ്പോൾ മൊഴി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളും പോലീസിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം ഇന്നലെ ആണെങ്കിൽ പോലും ഒരു കാര്യങ്ങളും വിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലീസ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ 8 മണിയോടുകൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളെന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചത്. എന്തായാലും ഇന്നും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്നും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ കൂടുതൽ സാമ്പിളുകൾ ഇന്നും അവിടെ നിന്ന് ശേഖരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ അതാണ് ഇനി പ്രധാനപ്പെട്ട വിഷയം. ഷാജി, ഇനി അവിടെ പരിശോധന ഇന്നും നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ അവശിഷ്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.